ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ക്വാഷ് നമുക്ക് 6 മാസം വരെ ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 20 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കിലോ, അതായത് 750 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ലെമണും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പാഷൻ ഫ്രൂട്ടും നടുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിന്റെ പൾപ്പ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെയുള്ളൊരു ഫോർക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വൈറ്റ് പോർഷൻ ഒന്നും ഇല്ലാതെ തന്നെ വളരെ നീറ്റായിട്ട് ഇതിന്റെ പൾപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചുവപ്പ് കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ കളറിലുള്ള പാഷൻ ഫ്രൂട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ഒരു മധുരം ഉണ്ടാവുക ചുവപ്പ് കളറിലുള്ള പാഷൻ ഫ്രൂട്ടിനായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ 20 പാഷൻ ഫ്രൂട്ടിന്റെയും പൾപ്പ് ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതേപോലെ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കണം. എനിക്ക് ഒന്നും കൂടെ ബെറ്ററായി തോന്നിയത് ഇതേപോലെ ചെയ്തെടുത്തപ്പോഴാണ് കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിന്റെ അളവിൽ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷുഗർ സിറപ്പ് ആക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 ലെമണില്ലേ അതിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല പോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഷുഗറിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇനി ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സീഡും ജ്യൂസും സെപ്പറേറ്റ് ആയി കിട്ടുന്നവരെ ഒന്ന് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് സിം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ കണ്ടില്ലേ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഞാനൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശേഷം ഞാനത് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് സീഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ അതും പോരാനിട്ട് ഞാൻ 1 ടീസ്പൂണ് സീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സീഡ് ചേർക്കുന്നില്ലെങ്കിൽ ബ്ലാക്ക് കസ്കസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി ഈ ഒരു സീഡ് ചേർക്കുമ്പോൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള സ്ക്വാഷ് ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ക്വാഷ് എങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഭാഗം സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരുപാട് മധുരം വേണ്ടാന്നാണെങ്കിൽ എടുക്കുന്ന സ്ക്വാഷിന്റെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വീട്ടില് പാഷൻ ഫ്രൂട്ട് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.